അമ്മ എയർപോർട്ടിൽ അല്പം മുമ്പ് എത്തി. ചില സാങ്കേതിക നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ അല്പം താമസിച്ചു. നിങ്ങൾക്കറിയുന്ന പോലെ മിഥുൻ്റെ അമ്മയെ കണ്ടപാടെ ബന്ധുക്കളൊക്കെ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഇതുപോലെ അൻവർ സാദത്ത് സംസാരിക്കുന്നുണ്ട്. MLA അൻവർ സാദത്ത്. സ്റ്റാഫൊക്കെ പോയി അവരെ കൊണ്ട്, പിന്നെ അവർക്ക് ലഗേജ് ഒന്നും വേറെ ഉണ്ടായില്ല, ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടായുള്ളൂ. പെട്ടെന്ന് ക്ലിയർ ചെയ്ത് ഇനിയിപ്പോൾ എത്രയും വേഗം അവിടെ എത്താമെന്നുള്ളതാണ് ഉള്ള സംവിധാനമുള്ളത്. അല്ല, പോകാൻ വണ്ടി ഇറങ്ങി പോലീസ് പറഞ്ഞ എസ്കോട്ടൊന്നുമില്ല. അവർ പോലീസ് വണ്ടി നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ക്ലിയർ ചെയ്ത് വിടും. എന്തെങ്കിലും അവർക്ക് അവരെ ഫോൺ നമ്പർ മേടിച്ചിട്ടുണ്ട് പോലീസ്. അപ്പോൾ അതെന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്യാമെന്നാണ് പോലീസ് അവൻ്റെ അടുത്ത് പറഞ്ഞത്. തിരക്ക് അതാണ് അവർ പോലീസ് ബന്ധുക്കളുടെ നമ്പർ മേടിച്ചിട്ടുണ്ട്, അവർ വിളിച്ച് പറഞ്ഞിട്ട് അതിനെ ക്ലിയർ ചെയ്ത് വിടുമെന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ എന്താണെന്ന് പറയാൻ സാധിക്കില്ല. എന്തായാലും ഞാൻ അവരുടെ അമ്മയായിട്ട് സംസാരിച്ചു. അവർ തുർക്കിയിൽ നിന്ന് കുവൈറ്റിൽ വന്നത്. വലിയൊരു മാനസികാവസ്ഥയല്ല, കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൊരു മാനസികാവസ്ഥയല്ലല്ലോ. എന്തായാലും ഇങ്ങനെ ആർക്കും ഉണ്ടാവില്ലെന്ന് നമുക്ക് പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. വലിയ പ്രയാസത്തിലാണ്. ആലുവ MLA അൻവർ സാദത്താണ് പ്രതികരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ദേശീയപാത കടന്നു പോകുന്ന വഴികളിലൊക്കെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാൻ എപ്പോഴാൻ YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, പോലെ മിഥുൻ്റെ അമ്മ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയിട്ട് കൊല്ലത്തേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ചാണ് ആലുവ MLA അൻവർ സാദത്ത് പറഞ്ഞത്. ചില സാങ്കേതിക പ്രശ്നമുള്ളത് കാരണം എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ അല്പം താമസിച്ചു. ബന്ധുജനങ്ങളെല്ലാവരും അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ഇനി പൊതുദർശനത്തിൻ്റെ സമയമാണ്. തേവലക്കരയിലെ മിഥുൻ്റെ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് മൃതദേഹം കൊണ്ടുപോകാനായി ഇപ്പോൾ കുടുംബാംഗങ്ങൾ ശാസ്താംകോട്ടയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്ന് അവിടെ നിന്ന് ശാസ്താംകോട്ടയിൽ നിന്ന് ഷബീദ് റാവുത്തർ കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും സങ്കടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ്, കണ്ണുനീരിൻ്റെ ഒരു കടലിലേക്കാണ് അമ്മ കുവൈറ്റിൽ നിന്ന് വന്നിറങ്ങിയിരിക്കുന്നത്. അമ്മ തുർക്കിയിലായിരുന്നു എന്ന് നമുക്ക് അറിയാം.